വയനാട് നിന്ന് അരുൺ കൊടുങ്ങൂറൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ദുരന്തബാധിത പ്രദേശത്ത് എവിടെയാണ് ഉള്ളത്? അവിടെ എന്താണ് അവസ്ഥ? തീർച്ചയായും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഞാൻ കാണുന്ന ഈ ഒരു സ്കൂൾ. ഈ സ്കൂളിലേക്കാണ് പരമാവധി ആളുകളെ, അതായത് ഈ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടു പോയ ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്ന ഒരു നടപടികളാണ് ഈ രാത്രി വൈകിയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറമുള്ള ഒരു ദുരിത കാഴ്ച അല്ലെങ്കിൽ ദുഃഖ കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് നൽകാൻ കഴിയുക. ഒറ്റ നേരം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് ഒന്നുമല്ലാതായി പോകുന്ന ഒരു മനുഷ്യരുടെ അവസ്ഥ, അത് എത്ര പറഞ്ഞാലും എത്ര ആവർത്തിച്ച് പറഞ്ഞാലും മതിയാക്കാത്ത ഒരു സാഹചര്യം. എന്തായാലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ഇന്നലെ രാത്രി എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ ഒരു പൊട്ടി ഇറമ്പി വരുന്നൊരു സൗണ്ട് ഇട്ടിട്ട് ഞങ്ങളൊക്കെ നീക്കുന്നത്. നീച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങളെ ചുറ്റുവട്ടത്തും വെള്ളം ആയിപ്പോയി. ഞങ്ങൾക്ക് പിന്നെ എങ്ങോട്ടും രക്ഷപ്പെടാനൊന്നും പറ്റാത്ത ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളവിടെ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ വേറെ വഴി കൂടെ വന്നിട്ടാണ് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തത്. ശരിക്കും ഈ ഒരു പ്രദേശം ഒന്നാകെ മണ്ണ് മൂടിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥ, അത് ശരിക്കും ആ ഒരു പ്രദേശമേ ആണെന്ന് തോന്നാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. മേലിൽ മുണ്ടക്കൈ മേലെ മൊത്തത്തിൽ ഇടിഞ്ഞു വന്നിട്ട് ആ ഒരു പ്രദേശം മൊത്തം ഇല്ലാതായിരിക്കുകയാണ്. മൊത്തം മണ്ണിൻ്റെ അടിയിലാണ് ഉള്ളത്. ഞങ്ങൾ തന്നെ ഒരു ഏകദേശം ഒരു 20ഓളം ആൾക്കാരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ. വളരെ ദയനീയമാണ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസമായിരുന്നു? അല്ല, കഴിഞ്ഞ 2019 പുത്തുമല പൊട്ടിയത്. അതിൻ്റെ നേരെ തൊട്ട സ്ഥലമാണിത്. അപ്പോൾ അവിടെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ചേട്ടൻ ഈ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സ്ഥലത്തിന് എത്ര ദൂരമാണുള്ളത്? ഞാൻ താമസിക്കുന്ന പുതിയ വില്ലേജിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ആ പുതിയ വില്ലേജിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ ഏകദേശം 20ഓളം ബോഡികൾ ഞങ്ങൾ 20-25ഓളം ബോഡികൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇനിയും ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കുന്നു, അവരെ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രാദേശികമായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ വൈകുന്നേരം വരെ അവിടെ രക്ഷാപ്രവർത്തനം സജീവമായിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രദേശവാസികളാണ് ശക്തമായിട്ട് അവിടെ ഉള്ളത്. പിന്നെ പുറത്തുനിന്ന് ആളുകളും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു.